ഹായ് ഗായ്സ്, എല്ലാവർക്കും മിസ്റ്റർ മാസിലേക്ക് സ്വാഗതം കിട്ടാം. ഫുള്ള് മുട്ടും പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ കാണല്ലേ. അതേ സുഹൃത്തുക്കളെ, അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ ആപ്പാൻ്റെ മോളെ കല്യാണമാണ്. കല്യാണം പുരേക്കൂടിലാണ്. ഇന്നല്ല കല്യാണം, സത്യം പറഞ്ഞാൽ നാളെയാണ്. ഇന്ന് നിക്കാഹാണ്. നിക്കാക്ക് രാത്രിയാണ് പ്രോഗ്രാമെല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മളെ കല്യാണ ചെക്കൻ എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ എന്താ പറയുക, ഇന്ന് നിക്കാഹിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. പരിപാടിക്ക് അതിഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഒരു വൈബും കൂടിയുണ്ട്. വീടൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ എന്തായി കഴിഞ്ഞാലും അധികം പറഞ്ഞ് വേർപ്പിക്കുന്നു വൈകിപ്പിക്കുന്ന ഒന്നുമില്ല. നമുക്ക് എന്താ പറയുക, നിക്കാഹിൻ്റെ വിഷ്വൽസും പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ട് വാ. ഗെയ്സ്, നിക്കാഹെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആൾക്കാർ എന്താ പറയുക, പിന്നെ ഫുഡെല്ലാം കഴിച്ച് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട്. സുഫൂറാൻ്റെ ഇതുണ്ട, അവിടെയൊക്കെ കസാലയൊക്കെ കാലിയായിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. പരിപാടി ഇത്രയേ ഉള്ളൂ, വലിയ പരിപാടിയൊന്നുമില്ല. നിക്കാവും പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇനിയിപ്പോൾ നാളെയാണ് മെയിൻ പരിപാടി, കല്യാണം. സുഹൃത്തുക്കൾ, അപ്പോൾ എന്താ പറയുക, നെക്സ്റ്റ് ചടങ്ങെന്ന് വെച്ചാൽ നമ്മുടെ പുതുനാരൻ സെക്കൻഡ് അറയിലേക്ക് പോകുന്നൊരു ചടങ്ങാണ്. ഓക്കെ, അപ്പോൾ പുതുമാരൻ്റെ ഒപ്പമുള്ള ആൾക്കാർ എന്താ പറയുക, പാട്ടൊക്കെ പാടി ആനയിച്ച് നമ്മൾ അറയിലേക്ക് കൊണ്ടുവന്നത് ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവം എന്ന് വെച്ചാൽ ആദ്യം ചെക്കൻ പോകും, അതിനുശേഷം ഉണ്ടാവും നമ്മുടെ പുതുനാരി, അതായത് പുതുനാരിൻ്റെ വീട്ടുകാർ പിന്നെ അവരെയും കൊണ്ട് പിന്നെ അറയിലേക്ക് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു ചടങ്ങുണ്ട്. ആദ്യം ചെക്കനാണ് പോവുക. അപ്പോൾ ചെക്കനെ പാട്ടെല്ലാം പാടി അടിപൊളിയാക്കി ഉഷാറാക്കി വൈവാക്കി അവർ റൂമിലേക്ക് അറയിലേക്ക് പോകുന്നുണ്ട്. അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 അളിയന്മാർ ഓൾറെഡി റൂമിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, പിന്നെ സ്വീകരിച്ചു. പിന്നെ അതേപോലെ തന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും പരിപാടിയും കാര്യങ്ങളും അവരുടെ ഫാമിലീൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോൾ അതിനുശേഷം പിന്നെ ഇതാണ് നമ്മൾ, അതായത് നമ്മൾ ചെറിയ ഡെസ്കോഡും പരിപാടിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഫുഡ് ടീമെല്ലാം ഫുൾ വൈബിലാണ് ഉള്ളത്. അവർ കുറച്ച് ആൾക്കാരാണ് ഉള്ളതെങ്കിലും എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് പാടി ഉഷാറാക്കി തകർക്കുന്നുണ്ട് വേറെ ലെവലിൽ തന്നെ. അതായത് കല്യാണപ്പെണ്ണ് അടുത്തതായിട്ട് റൂമിലേക്ക് അറയിലേക്ക് പോകുന്നൊരു ചടങ്ങാണ് മണവാട്ടി. അതായത് അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് പാട്ടൊക്കെ പാടി പിന്നെ നേരത്തെ ചെക്കൻ വന്ന പോലെ തന്നെ സെക്കൻഡ് അവരാൾക്കാരാണെങ്കിൽ പെണ്ണിൻ്റെ ആൾക്കാർ പാട്ടൊക്കെ പാടി ഉണ്ടാക്കി നല്ല അടിപൊളിയാക്കിയിട്ട് റൂമിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ചെക്കൻ പെണ്ണിനെ കാത്തു എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് കുറച്ച് ഫോട്ടോഷൂട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അതായത് ചെക്കൻ്റെ ആൾക്കാരും പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ ഒരുമിച്ചിട്ട് അപ്പോൾ എന്തായാലും പാട്ടൊക്കെ പാടി ഉഷാറാക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ കല്യാണപ്പെണ്ണിൻ്റെ ഉപ്പ, അതായത് എൻ്റെ ആപ്പ. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഓൾറെഡി എടുത്ത് കഴിഞ്ഞ് നെക്സ്റ്റ് പിന്നെ എന്താ പറയുക, പാല് കുടിപ്പിക്കൽ ചടങ്ങാണ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണിയായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ചില സ്ഥലത്തിൽ കയ്പെങ്കിലും ജ്യൂസ് അടിച്ച് നല്ല പണി കൊടുക്കും. അപ്പോൾ അങ്ങനെയൊന്നും കൊടുത്തില്ല. വെറുതെ നല്ലൊരു ദിവസം തന്നെ വെറുതെ കൊള്ളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചെക്കൻ പറയാം മധുരങ്ങളൊക്കെ ഇതാക്കി തരാം. അപ്പോൾ എന്താ പറയുക, പെണ്ണ് കുടിച്ചു. ഇനി പെണ്ണ് പിന്നെന്താവും ചെക്കനെ കൊണ്ട് കുറച്ച് കൊടുക്കുക. ആ ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പെണ്ണ് ചെക്കനെ കൊണ്ട് പാല് കുടിപ്പിച്ചു. അപ്പോൾ എന്താ പറയുക, ആ ചടങ്ങ് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ പണി കൊടുക്കുന്ന പരിപാടിയും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഓൾറെഡി ചെയ്യും, പല പണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അപ്പോൾ പിന്നെ വേറെ കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്ത്. ഇതാണ് ഞാനും എൻ്റെ ഫാമിലിയും. ഉപ്പ വന്നിട്ടില്ല, ഉപ്പ ഓൾറെഡി ബാംഗ്ലൂരാണുള്ളത്. ഞാനിതാ, പിന്നെ ഉമ്മ, അനിയത്തി, അനിയന്. ഓക്കെ, ഐഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്.
ഐഫോണിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും ഡയലോഗാണ്, പെട്ടെന്ന് കിട്ടൂല. അതിൻ്റെ ഇടയിൽ വേറൊരുത്തം വന്നിട്ട് ഓൻ പറയുന്നത് നീ എന്താ പറഞ്ഞേ ഇപ്പം വന്നിട്ട് പറ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം നമ്മൾ ഈ പാർട്ടി വെയറും പരിപാടി കിട്ടുന്നതുകൊണ്ട് ആദ്യം പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഐറ്റങ്ങൾ കളിയാക്കൂലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം അവസാനം പോയി കഴിക്കാനേ പറ്റൂ നമുക്ക്. സപ്ലൈയും ബാക്കിയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഡ്രസ് കോഡെല്ലാം? എൻ്റെ ഡ്രസ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറ്റേൺ ഇല്ല. അതായത് പാറ്റേൺ മീൻസ് പിന്നെ ഇവരുടെ ഡ്രസ്സ് പോയി കഴിഞ്ഞാൽ കണ്ട ഇവരുതിയിലൊക്കെ ഒരു സംഭവം ഉണ്ട്, ഗിൽറ്റ് പോലെ. എൻ്റെ ഓക്കെ എന്താണ് ഗിൽറ്റ് പോലത്തെ പരിപാടി ഇല്ല. പിന്നെ ഇതാണ് എൻ്റെ അനിയൻ ഷമ്മാസ്. ഓക്കെ വീഡിയോ എടുത്ത് കൊടുക്കുകയാണ്, ഇപ്പം തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഓനക്ക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത്, അപ്പോൾ അതിന് കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി ഞാൻ വരാം, കഴിഞ്ഞിട്ട് വരാം. പിന്നെ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ ഫുഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അതായത് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആക്കിയിട്ടാണുള്ളത്. പിന്നെ എല്ലാ ഫുഡും ഉണ്ട്, മന്തി, ബിരിയാണി, പിന്നെ അതേപോലെ തന്നെ പൊറാട്ട, നെയ്പ്പത്തിൽ, വെള്ളപ്പം, അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വന്ന് അവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡ് കൊടുക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും സൂപ്പർ തന്നെയായിരുന്നു. ഇത് അവിടുന്ന് വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട്, നേരത്തെ അവിടുന്ന് പൊറാട്ട ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി കുറച്ചപ്പുറത്ത് തന്നെ നമ്മളെ മന്തിയും ബിരിയാണിയും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഉഷാറാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല പ്രോഗ്രാമെല്ലാം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാണ്ട് എല്ലാം ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫുഡ് ജസ്റ്റ് കഴിക്കാനല്ല, ഞാൻ എന്തൊക്കെയാണ് ഇവിടെ പരിപാടിയും ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ എന്താ പറയുക, ജിലേബിയെല്ലാം ഇവിടെ ഓൾറെഡി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ അത്രത്തോളമാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും അടിപൊളിയാക്കിയിട്ടെല്ലാം കഴിക്കും. എന്താണ് എന്താ പരിപാടി വാച്ചു കളിക്കുക? കാലത്തിന് ശേഷം നമുക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. മുനീർ. മുനീറിന്റെ വീട് ഇതിന്റെ അടുത്ത് തന്നെയാ, ഇതിന്റെ തൊട്ടടുത്ത കുറച്ചപ്പുറത്താ. എന്താ പറയാനുള്ള ഭക്ഷണം കഴിച്ചാ? പരിപാടി എങ്ങനെയുണ്ട്? അടിപൊളി തന്നെ. മുനീറെ കുറേയായി നമ്മളെ വീഡിയോയിലൊക്കെ വന്നിട്ട്. എന്തായാലും മുനീറെ ഗൈസ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുനീർ ബായി ഉണ്ട്. ഇതായിട്ട് റൂമൊക്കെ വരുന്നത്. ഇതാണ് സെഫുറാൻ്റെ റൂം വരുന്നത്. ഇപ്പോൾ കുറച്ച് അലങ്കോലമായിട്ടുള്ളത്. ഓക്കെ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു ദിവസം എന്താക്കാം ഇതിൻ്റെ വീഡിയോസ് എല്ലാം പിന്നെ വൃത്തിക്ക് എടുത്തുതരാം കംപ്ലീറ്റ് മൊത്തം. ഇതൊക്കെ ഈ ഒരു പാറ്റേണിൽ ചെയ്ത് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിക്കില്ലേ? അതായത് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇവിടെ മറ്റേ ഇതേനു നമ്മളെ മരത്തിൻ്റെ ഇതേ പാറ്റേൺ ആക്കി വെച്ചിന്. അതിൻ്റെ ശേഷം അവർ പിന്നെ ഇതിന് ശേഷം മറ്റേ റെക്സിന് ഇതൊക്കെ ചെയ്തതാണ്. അങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലോ, അടിപൊളിയായിട്ടില്ലേ? ഇവിടെയൊക്കെ കർട്ടൻ വരുന്നുണ്ട്. ഇവിടെ ഒരു സോഫ വരുന്നുണ്ട്, ആ കർട്ടൻ്റെ അതേ ടീമിൽ തന്നെ. പിന്നെ ഇതൊക്കെ ചെയ്യിപ്പിച്ചതാണ്, നമ്മൾ കസ്റ്റം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യിപ്പിച്ചത്. ഇതേതാ മെറ്റീരിയലും പരിപാടിയും കാര്യങ്ങളും ഏതാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഈ രീതി ചെയ്യുന്ന. ഓക്കെ, പിന്നെ എ സി ഒക്കെ ഉണ്ട്. ഏതാണ്? ഓക്കെ, മിറർ. മുനീർ കുറച്ച് വൈകിട്ടാണ് വന്ന്. ബാത്റൂമൊക്കെ ഉണ്ട്. ഇതെന്താ പറയാനുള്ളത്? അങ്ങനെയുണ്ട് ഒരു ഗംഭീരം വീട്ടിൽ കൊണ്ടും ഒരു കല്യാണം ഒക്കെ ഒന്നിച്ച് ഇപ്പൊ ഇവിടെ എത്തി. ഗംഭീരം ഉഷാറല്ലോ, കുഴപ്പമില്ലല്ലോ. ഇല്ലില്ല, നല്ല പിന്നെ ബോറും പരിപാടി ഒന്നുമില്ലല്ലോ. നല്ലൊരു പ്രീമിയം ലുക്കില്ല മൊത്തം. മുകളിലൊക്കെ ഫുള്ള് സ്ട്രിപ്പ് LED ലൈറ്റ് പോലെ. വീടായാലും പെട്ടെന്നുള്ള പണി തീർക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ഇതുണ്ട്. നല്ല ഉഷാറല്ലേ? അപ്പോൾ ഗൈസ് അത് അടിപൊളിയാണ്. അതിൻ്റെ ഇടയിൽ ഒരു പണി കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ആ സമയത്ത് പിന്നെ ഇവിടെ ഞാൻ കാണിച്ചത് അത് ഡോറ് ലോക്കാണോന്ന് അറിയില്ല. ഡോറ് ലോക്കാണ്. ചില്ല് പൊട്ടിച്ചതിന് ചില്ല് പൊട്ടിയിട്ടാണ് അവിടെ ബാത്റൂമിൻ്റെ ഒരു പരിപാടി. അവിടുത്തെ ആ ചില്ല് കുട്ടി
അറിയില്ല, കംപ്ലീറ്റ് അത് പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് പിന്നെ ഒന്നാലിൻ്റെ മോൾ ഭാഗമാണ്. ഇവിടെ ആയിട്ട് നമുക്ക് 3 ഇത് വരുന്നുണ്ട്. അവിടെ ഒരു പോർച്ച്, ഇവിടെ ഒരു പോർച്ച്, അപ്പുറത്തൊരു പോർച്ച്. പിന്നെ ഇതിൻ്റെ മുകളിലും ഉണ്ട് നമുക്ക് ബാൽക്കണി പോലത്തെ ഒരു സംഭവം ചെയ്തിട്ട്. പിന്നെ അവിടെ വെച്ച് നമുക്ക് ചില്ല് ചെയ്യാനൊക്കെ. ഓക്കെ, വലിയ ഫുൾ ഓപ്പണായിട്ടാണ് മുക്കാലുള്ളത്. പിന്നെ അതേപോലെ തന്നെ റൂം വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് റൂമാണ്. പിന്നെ മുകളിൽ 3 റൂമും അടിയിൽ 3 റൂമും, അങ്ങനെ ഏകദേശം 6 റൂമാണ് വരുന്നത് മൊത്തം. ഓക്കെ, ഇതൊക്കെ കണ്ടാ, ഇതാ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിലേ ആ പുറത്തേക്കുള്ള അതേ ഒരു ബ്രിഡ്ജ് പോലെയാണ്. ബാക്കി മൊത്തം ഓപ്പൺ ആയിട്ടാണുള്ളത്. ജസ്റ്റ് ഗ്ലാസ് ഇട്ടിട്ട് നമ്മൾ പിന്നെ ഒരു എന്താ പറയുക മതിൽ പോലെ കൊടുത്തിട്ടാണുള്ളത്. പുതുവണ്ണ് അവിടുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, സമയം ഇപ്പോൾ എത്ര ഏകദേശം